ഹലോ പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു വിഷയമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം, എങ്കിലും എനിക്ക് കൂടി തോന്നിയിട്ടുള്ള, അതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് കൂടി തോന്നിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ. അപ്പോൾ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, പക്വതയുള്ള ആൾക്കാർ അല്ലേ, ഈ മെച്യൂരിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ പക്വതയുള്ള ആൾക്കാരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? നമ്മൾ സ്വയം പക്വതയുള്ളവരാണോ? മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക അവർ പക്വതയുള്ളവരാണ്? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉയരില്ലേ അല്ലേ? അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. എനിക്ക് തോന്നിയിടത്തോളം ഈ പക്വതയുള്ള ആൾക്കാർ എന്ത് ചെയ്യാനും അവർക്ക് ഉത്സാഹമായിരിക്കും അല്ലേ. അവരെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു വിഷമം വന്നാലും എന്ത് വന്നാലും അത് കൃത്യമായി ആലോചിച്ച് അതിന് ഒരു ഇത് കണ്ടെത്തിയിരിക്കും, ഒരു സൊല്യൂഷൻ അവർ കണ്ടെത്തിയിരിക്കും. കൃത്യമായി ആലോചിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അവർ മുന്നിട്ടിറങ്ങും പക്വതയുള്ളവർ. അല്ലാത്തവരെന്താണ് ചെയ്യുക? കരഞ്ഞു കുത്തിയിരിക്കും. അയ്യോ, ഇതെനിക്ക് മാത്രമാണല്ലോ വന്നത്, എനിക്ക് മാത്രമാണല്ലോ ഇങ്ങനെ വന്നത് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു വീഞ്ഞിരിക്കും. നേരെ മറിച്ച് പക്വതയുള്ളവരാണെങ്കിൽ അത് വളരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ അത്രയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പക്വതയുള്ളവർക്ക് വിമർശനങ്ങൾ നമ്മൾ എന്നും കേൾക്കുന്നതാണ് അല്ലേ, വിമർശനങ്ങളൊക്കെ. അപ്പോൾ പക്വതയുള്ളവർക്ക് ഈ വിമർശനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പറയും പോലെ ചീള് കേസാണ്. ഈ വിമർശനങ്ങളൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് തളർന്നു പോകുന്നവരൊന്നും ആയിരിക്കില്ല ഈ പക്വതയുള്ളവർ. അപ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ വിമർശനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒന്നും തിരിച്ചധികം പ്രതികരിക്കാനൊന്നും നിൽക്കില്ല. പക്ഷേ അവരാലോചിക്കും, ഇതെന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ എന്നോട് പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഇതിൽ ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ, എനിക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണോ, എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും കൂടുതൽ ചെയ്യാനുണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ട് സ്വയം ഒരു വിലയിരുത്തലിന് ഇങ്ങനെയുള്ള പക്വതയുള്ളവർ തയ്യാറാവും. നേരെ മറിച്ച് പക്വത ഇല്ലാത്തവരാണെങ്കിൽ അവരെന്താണ് ചെയ്യുക? അവർ ഈ പറഞ്ഞ ആളെ ശത്രുവായി കാണും. പിന്നെ ജീവിതകാലം മുഴുവൻ അയാൾ അവർക്ക് ശത്രുവായിരിക്കും. ആ പറഞ്ഞ ആൾ ഏത് സമയത്താണാവോ പറഞ്ഞതെന്ന് ആലോചിച്ചിരിക്കേണ്ടി വരും. ഈ പക്വതയില്ലാത്തവർ എപ്പോഴും അയാളെ കുറ്റവും പറയും, അയാളെ ഒരു ശത്രുവായിട്ട് കണ്ടുകൊണ്ടിരിക്കും. പക്വതയുള്ളവരെ നമ്മളൊന്നും നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്വതയുള്ളവരെല്ലാം അറിഞ്ഞിട്ട് അവർ സ്വയം അറിഞ്ഞ് ഇറങ്ങി ചെയ്യാൻ തൽപരരായിരിക്കും. പക്ഷെ പക്വതയില്ലാത്തവരാണെങ്കിലോ അവരെ നമ്മൾ എന്തും ഫോഴ്സ് ചെയ്തിട്ട് അവരെ നമ്മൾ ചെയ്യിക്കേണ്ടത്. അതാണെങ്കിൽ ഒരുപാട് നെഗറ്റീവ് അടിച്ചിട്ട് എന്തെങ്കിലും ചെയ്താൽ ശരിയാവോ? അങ്ങനെയൊന്നും ശരിയാവുകയില്ല, അവർക്കൊന്നും ചെയ്യാനും ആവില്ല. അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഈ പക്വതയില്ലാത്തവർ. പക്വതയുള്ളവരെ നമ്മൾ നിർബന്ധിച്ച് ഒന്നും ചെയ്യിക്കേണ്ട ആവശ്യം ഇല്ലതാണ്. പിന്നെയെന്ന് വെച്ചാൽ പക്വതയുള്ളവർ നമ്മളൊരു പൊതുസ്ഥലത്ത് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്വതയുള്ളവർ ലോകത്തെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പല ആശയങ്ങളെക്കുറിച്ചും അങ്ങനെ പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിരിക്കും, ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യാനായിരിക്കും കൂടുതൽ ആഗ്രഹിക്കുക. അല്ലെങ്കിൽ അവരുടെ തന്നെ സ്വന്തം ബിസിനസ്സിനെ കുറിച്ച് പറയാനൊക്കെ ആയിരിക്കും അവരാഗ്രഹിക്കുക. നേരെ മറിച്ച് പക്വത ഇല്ലാത്ത ആൾക്കാരെന്താണ് ചെയ്യുക? അവർ വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളാണ്, ഓരോ വ്യക്തിയെക്കുറിച്ച് കുറ്റം പറയുകയോ അപ്പുറം ഇപ്പുറം കുറ്റം പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പക്വതയില്ലാത്തവർ ചെയ്യുക. അവർക്ക് അതേ പറയാനുണ്ടാവുള്ളൂ. കൂട്ടം കൂടിക്കഴിഞ്ഞാൽ വെറും നമ്മൾ നൊട്ടയും നുണയും പറയാമെന്ന് പറയുന്നില്ലേ, അത് തന്നെ സംഭവം. പക്ഷെ പക്വതയുള്ളവർ ഒരിക്കലും തന്നെ അത് ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്വതയുള്ള ആൾക്കാർ തൻ്റെ വാക്കിൽ ഉറച്ചു നിൽക്കും. ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും പക്വതയുള്ളവർ. അവർ തീരുമാനം മാറ്റിക്കൊണ്ടിരിക്കില്ല ഒരിക്കലും. പക്ഷേ പക്വതയില്ലാത്ത ആൾക്കാരെന്താണ്, അവർക്ക് ഒരിക്കലും തന്നെ അവരുടെ വാക്കിൽ ഉറച്ചു നിൽക്കാനും കഴിയില്ല. തീരുമാനം ഇങ്ങനെ തോന്നുമ്പോൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ ഈ പക്വതയുള്ള ആൾക്കാർ മറ്റുള്ളവരുടെ സ്വകാര്യതയെ നന്നായിട്ട് മാനിക്കുന്നവരായിരിക്കും. മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്കൊന്നും ഇവർ കടന്നു ചെല്ലുകയില്ല. നേരെ മറിച്ച് പക്വത ഇല്ലാത്തവരാണെങ്കിലും അവരുടെ സ്വകാര്യതയിലേക്കൊക്കെ കടന്ന് ചെന്ന് അവരെ എങ്ങനെയൊക്കെയാണ് അവരെ ആക്രമിക്കാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്ന ആളായിരിക്കും, അത് കുത്തിപ്പൊക്കും. അത് എന്താണ് നിങ്ങൾക്ക് ശരിയാവാത്തത്, ഇനിയും ശരിയായില്ലേ, ഇനിയും ശരിയാവൂലേ, നിങ്ങളതൊരിക്കലും ശരിയാവൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവർക്ക് എന്താണ് ശരിയായില്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നവരാണ് പക്വതയില്ലാത്ത അവർ അല്ലേ. പക്വതയില്ലാത്ത ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ
നിങ്ങളത് ശരിയായില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരുടെ പിറകിൽ ഇങ്ങനെ പോയിട്ട് ഇതുപോലെയുള്ള അലമ്പുകൾ ഉണ്ടാക്കുന്നവർ, മറ്റുള്ളവരുടെ സ്വകാര്യതയെ തീരെ മാനിക്കാത്ത ആൾക്കാരായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ പക്വതയുള്ളവർ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. കുടുംബത്തിലായാലും എവിടെയായാലും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. കുടുംബത്തെയെല്ലാം ഒന്നാകെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നന്നായി ശ്രമിക്കുന്നവരായിരിക്കും പക്വത ഉള്ളവർ. ഇല്ലാത്തവരാണെങ്കിലോ പരസ്പരം തമ്മിലടിപ്പിച്ചിട്ടും ചെറിയ കാര്യത്തിന് പോലും അപ്പുറം ഇപ്പുറം അടുപ്പിച്ചിട്ടും ഏട്ടനെയും ചേട്ടാനിയന്മാരെയും ഒക്കെ തമ്മിലടുപ്പിച്ചിട്ടും കൂടുതൽ അകറ്റാനും ഒക്കെ നോക്കുന്ന ആൾക്കാരായിരിക്കും ഈ പക്വതയില്ലാത്തവർ. പിന്നെയെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഈ പക്വതയുള്ള ആൾക്കാർ എന്താണ് ഷോ കാണിക്കില്ല, അധികം ഷോ ഒന്നും കാണിക്കില്ല. ഓക്ക് എന്നെ ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ ഓൻ എന്നെ ഇഷ്ടപ്പെടണം എന്ന് വിചാരിച്ചിട്ട് ഷോ കാണിച്ചിട്ട് നടക്കില്ല പക്വതയുള്ളവർ. പക്വതയില്ലാത്തവരാണെങ്കിലും എന്നും ഷോ ആയിരിക്കും. ഓരോ ഷോയും കാണിച്ച് ആൾക്കാരുടെ മുന്നിൽ പോയി നിന്നിട്ട് ഇഷ്ടം പിടിച്ചു വെട്ടാൻ വേണ്ടിയിട്ട് ഓരോ ഷോ ഇങ്ങനെ കാണിക്കും. പക്ഷെ അതൊക്കെ താൽക്കാലികം മാത്രമായിരിക്കും എന്നുള്ളത് അവർക്ക് അറിയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എന്താണ് ഇന്ന് ഇത്രയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ചുരുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റ. മറക്കരുത് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്.